നരച്ച മുടിയെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ കറുപ്പിക്കാം. ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയെ ഒരിക്കലും നശിപ്പിക്കത്തില്ല. നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. മുടിയിൽ നര വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കെമിക്കൽ ഡൈകൾ തേച്ച് അത് മറയ്ക്കാനായിട്ട് നോക്കും. ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പഴക്കം ചെന്ന നരയും നിങ്ങളുടെ മുടിയിൽ നിന്നുണ്ടല്ലോ പൂർണ്ണമായിട്ടും മാറ്റാം. എന്താണ് കാര്യമെന്നൊക്കെ പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. നര വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് പിഴുത് കളയാൻ നോക്കും, അതല്ലെങ്കിൽ കെമിക്കൽ ഡൈകൾ തേച്ച് ആ ഒരു നരയെ മറയ്ക്കാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് വളരെയധികം ദോഷം ഉണ്ടാകുന്നതാണ്. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം തേച്ച് കഴിഞ്ഞാൽ എത്ര പഴക്കം ചെന്ന മുടിയുടെ നരയെയും പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് അതിലേക്ക് പോകാം. അത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമ്മുടെ ഡൈ പാക്ക് തയ്യാറാക്കാൻ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കണം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് കാര്യങ്ങൾ എടുക്കുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ ഭൃംഗരാജിൻ്റെ പൗഡറാണ് വേണ്ടത്. ഭൃംഗരാജിൻ്റെ പൗഡർ നമ്മുടെ മുടിയെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഭൃംഗരാജിൻ്റെ പച്ചയായിട്ടുള്ളതിൽ നിന്ന് അതിൻ്റെ നീര് എടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിവിടെ പച്ച കിട്ടാത്തത് കൊണ്ടാണ് പൊടി ഞാൻ ചേർത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഹെന്ന പൗഡറാണ്. നമ്മുടെ സ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ അതൊരു 4 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ നമുക്ക് വേണ്ടതാണ്. മുടിയെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് ഹെന്ന പൗഡറിൽ നിന്ന് സാധിക്കും. അങ്ങനെ നമ്മുടെ ഹെന്ന പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് വേണ്ടത്. ആ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നത് ഞാൻ പറയാം. നമുക്ക് ആ ഒരു ലിക്വിഡ് തയ്യാറാക്കാൻ നമുക്കൊരു ചായച്ചരുവോ അല്ലെങ്കിൽ തിളപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ചേർക്കേണ്ടത്. സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് മുടിയുടെ തിളക്കം നൽകാനും തലയോട്ടിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഫംഗസ് ബാക്ടീരിയയെ തടയാനും സവാളയുടെ നീരിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ ഫംഗസ് ഇൻഫെക്ഷനെയൊക്കെ കുറച്ച് മുടിയുടെ നരയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. മീഡിയം വലുപ്പത്തിലുള്ള അലവേറയുടെ തണ്ടാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടിയുടെ വളർച്ച കൂട്ടാനും മുടിയുടെ നരയെ ഇല്ലാതാക്കാനും മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് വീണ്ടെടുക്കാനും കറിവേപ്പിലയിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേയിലപ്പൊടിയാണ് ചേർക്കുന്നത്. തേയിലപ്പൊടി എന്ന് പറയുന്നത് മറ്റുള്ള സ്പൈസസ് ഒന്നും ചേരാത്ത തേയിലപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല രീതിയിൽ വെട്ടിത്തിളപ്പിക്കണം. ഇപ്പം നമ്മൾ 1 കപ്പ് വെച്ചേക്കുന്നത് ഇതൊരു 1/2 കപ്പാക്കി മാറ്റേണ്ടതാണ്. ഇതാ അങ്ങനെ തിളച്ച് ഇതാ കണ്ടോ കളറൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു പൊടിയിലേക്ക് ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ഒരു പാക്ക് മുടിയെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഇനി എത്ര നരയുണ്ടെങ്കിലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മുടിയുടെ റൂട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ കാണുന്ന ഒരു പരുവുണ്ടല്ലോ ഇതേ രീതിയിലായിട്ടാണ് വേണ്ടത്. കണ്ടോ, ഇത് അടിപൊളി കറുപ്പായിട്ട് തന്നെ എനിക്ക് ആ മിക്സ് ആക്കിയപ്പോൾ തന്നെ കാണാൻ സാധിച്ച്. മുടിയിലിട്ട് എന്താണ് മാറ്റമൊന്നും കാണിക്കാം. എന്തായാലും കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു പാക്ക് മുടിയിലേക്കിടാം. ഇതുകൊണ്ട് ഇതേ പരുവത്തിലിരിക്കണം. കണ്ടോ, അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. നമ്മളിങ്ങനെ സ്പൂണിൽ നിന്നാക്കുമ്പോൾ താഴേക്ക് വീഴാത്ത ഒരു കട്ടയ്ക്ക് പിടിച്ചിരിക്കണം. അതെന്തായാലും ഞാൻ മുടിയിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കാം. മുടിയുടെ നര നിങ്ങൾ കണ്ടോ, നല്ല രീതിയിൽ റൂട്ടിൽ നിന്ന് തന്നെ നരയുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് റൂട്ടിൽ പറ്റുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കൈകൾ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച്. അങ്ങനെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിയാൻ മതി. സംഭവം കിടിലമാണ്. കണ്ടല്ലോ ആ ഒരു ഡൈ പാക്ക് തയ്യാറാക്കിയത്.
പൂർണ്ണമായിട്ടും മുടിയിൽ നിന്ന് നരയെ ഇല്ലാതാക്കാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. കൂട്ടുകാർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. ഇനി നിങ്ങളുടെ മുടിയിൽ ഒരു നര പോലും വരാതെ മുടിയെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. കൂട്ടുകാർ എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമുക്ക് എന്തായാലും കൂട്ടുകാരെ പുതിയ വീഡിയോയുമായി കണ്ടാലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.